പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 44-ാം ദിവസം. സഖറിയാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് 3-ാം അധ്യായം 3 മുതൽ 7 വരെയും 9 മുതൽ 10 വരെയും തിരുവചനങ്ങൾ. ജോഷ്വ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷ്വായോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ദൈവദൂതൻ ജോഷ്വായോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും. ജോഷ്വായുടെ മുൻപിൽ വച്ചിരിക്കുന്ന കല്ലിൽ 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷ തണലിലേക്കും ക്ഷണിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവം നമ്മുടെ അകൃത്യങ്ങളുടെ വസ്ത്രം തൻ്റെ ദൂതൻ വഴി അഴിച്ചു മാറ്റുകയും അവിടുത്തെ നിർമ്മലമായ വസ്ത്രം കൊണ്ട് നമ്മെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ കഷ്ടതകളുടെയും ക്ലേശത്തിൻ്റെയും വസ്ത്രം അവിടുന്ന് അഴിച്ചു മാറ്റും. കൃപയുടെ വസ്ത്രം അവിടുന്ന് നമ്മെ ധരിപ്പിക്കും. ദേശത്തിൻ്റെ പാപം അവിടുന്ന് തുടച്ചു നീക്കും. അന്ന് സമൃദ്ധിയുടെ അഭിഷേകത്തിലേക്ക് നാം നയിക്കപ്പെടും. ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് സഖറിയ നമ്മെ അറിയിക്കുന്നത്. എല്ലാറ്റിനും മതിയായ ദൈവം നമുക്ക് തണലും നമുക്ക് അഭയകേന്ദ്രവുമായിരിക്കുന്ന ഒരു പുതിയ പ്രഭാതത്തെയാണ് സഖറിയ നമ്മെ ഓർമ്മപ്പെടുത്തുക. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം നമുക്ക് നീതി നടത്തി തരികയും നമ്മുടെ ആലയത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ എല്ലാ അവകാശങ്ങളും സിദ്ധിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും എന്ന പ്രത്യാശയുടെ വചനമാണ് സഖറിയ പ്രവാചകൻ നമുക്കിന്ന് നൽകുന്നത്. ദൈവത്തിൻ്റെ ഈ പ്രത്യാശയുടെ അഭിഷേകം അവിടുന്ന് നമ്മുടെ ഹൃദയഫലകത്തിൽ ആലേഖനം ചെയ്യും. ദൈവം തൻ്റെ പ്രവാചകനിലൂടെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഈ തിരുവചനങ്ങൾ നമുക്ക് ശക്തി പകരട്ടെ. അവിടുന്ന് നമ്മുടെ എല്ലാ പീഡനങ്ങളിൽ നിന്നും നാം അനുഭവിക്കേണ്ടി വരുന്ന വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും അവിടുന്ന് നമ്മെ കൈപിടിച്ച് നടത്തും. സാത്താൻ്റെ സകലവിധ തന്ത്രങ്ങളിൽ നിന്നും അവിടുന്ന് നമ്മളെ ഉയർത്തി അനുഗ്രഹിക്കും. പിന്നീട് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം തന്നെ നമ്മുടെ ഇടം വലം നിന്ന് നമ്മെ നയിക്കുമെന്ന് സഖറിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ സാന്ത്വന അഭിഷേകം
ഈ തിരുവചനത്തിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ച് പ്രത്യാശാഭരിതരായി നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, എല്ലാറ്റിനും മതിയായവൻ അങ്ങാണല്ലോ. ക്ലേശത്തിൻ്റെയും അകൃത്യങ്ങളുടെയും വസ്ത്രം അഴിച്ചു മാറ്റി കൃപയുടെ വസ്ത്രം ധരിപ്പിക്കണമേ. അങ്ങ് തന്നെ ഞങ്ങളെ ഭരിക്കണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ സ്നേഹസാന്ത്വനം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.